പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ള് ചെന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട്. എന്താണ് ഈ മുള്ള്, എന്താണ് ഇല എന്നറിയോ? മുള്ളാണായിരിക്കും. മുള്ളാണും ഇല പെണ്ണും. അപ്പോൾ ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഒരുമിച്ചൊരു സെക്ഷൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെണ്ണിനാണ് കേട് എന്നാണ് പറയുന്നത്. എന്താ പെണ്ണിന് കേട്? രണ്ടുപേരുടെ ഇഷ്ടത്തിന് രണ്ടുപേരുടെയും ആസ്വാദനത്തിന് വേണ്ടി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് വിചാരിച്ചോ, പക്ഷെ അതിന് ആണിന് കേടൊന്നുമില്ല, അത്ര പെണ്ണിനാണ് കേട്. എന്താ കേട്? ആണിന് പൊടി തട്ടിയിട്ട് പോവാം, പക്ഷെ പെണ്ണ് അങ്ങനെയല്ല, ഗർഭം ധരിക്കണം. ആ ഒരു വളരെയാണ്. ഈ ഗർഭം ധരിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സിസ്റ്റം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഗർഭം ധരിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നൊരു സിസ്റ്റം നമ്മൾ കണ്ടുപിടിച്ചോടുകൂടെ ഈ സെക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആണും പെണ്ണും തുല്യരാണ്. പെണ്ണ് ഈ ലൈംഗിക ബന്ധത്തിന് ശേഷം ഗർഭം ചുമക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നുകൊണ്ടാണ് പെണ്ണ് അനീതിക്ക് ഇരയാകുന്നു, പെണ്ണ് ചതിക്കപ്പെട്ടു, ഇങ്ങനത്തെ വാക്കുകൾ. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് ആണും പെണ്ണും ചതിക്കപ്പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാളും ചതിക്കപ്പെടുന്നില്ല എന്ന് പറയാം. കാരണം ലൈംഗികതയും ഗർഭധാരണവും തമ്മിൽ ഒരു ബന്ധമില്ലാതെയാക്കി നമ്മൾ. ഇത്തരം പഴയ കോൺസെപ്റ്റുകൾ മാറണം. ഇപ്പോഴും ചീറ്റിംഗ് ഉണ്ടോ? ഉണ്ട്. ആണിനും പെണ്ണിനും ചീറ്റിംഗ് തുല്യമാണിപ്പോൾ.